ഞാൻ നിങ്ങൾക്ക് സാധനയെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ നൽകാൻ പോകുന്നു. അതിൽ സാധന എന്നാൽ എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മൾ അറിയും. സാധന എന്നാൽ സ്വയം നിയന്ത്രിക്കുക. അതായത് യോഗയുടെ ഭാഷയിൽ ഇന്ദ്രിയങ്ങളെ സ്വന്തം അധീനതയിലാക്കുന്നതിന്റെ പേരാണ് സാധന. ഇതിനെ നമുക്ക് സ്വയം നിയന്ത്രിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഫലം നേടാനുള്ള ഒരു വഴിയെന്നും പറയാം. സാധനയുടെ പാതയിൽ നമ്മൾ എത്രത്തോളം മുന്നോട്ടു പോകുന്നുവോ അത്രത്തോളം നമ്മൾ പുറമേ നിന്നും ഉള്ളിൽ നിന്നും ശക്തരായി മാറും. സാധന മാനവികതയ്ക്ക് ഉചിതമായ പാതയിലാണെങ്കിൽ അത് സ്വന്തം നന്മയ്ക്കും മാനവികതയുടെ നന്മയ്ക്കും കാരണമാകും. സാധന തെറ്റായ ദിശയിലാണെങ്കിൽ അത് സ്വന്തം നാശത്തിനും മാനവികതയുടെ നാശത്തിനും കാരണമാകും. അതുകൊണ്ട് ഗീതയിലും 4 വേദങ്ങളിലും മനുഷ്യനെ ശ്രേഷ്ഠനായ ഒരു സാധകനാകാൻ പ്രേരിപ്പിക്കുന്നു. ലോകത്ത് എത്രയെത്ര മഹാപുരുഷന്മാരോ ഈശ്വരീയ ഗുണങ്ങളാൽ നിറഞ്ഞ തപസ്വികളോ ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാം ശ്രേഷ്ഠരായ സാധകരുമായിരുന്നു. സാധന ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിവയുടെ അടിസ്ഥാനമാണ്. കൂടാതെ പരമാത്മാവുമായുള്ള സാക്ഷാത്കാരമാകട്ടെ, സാമൂഹിക പരിഷ്കരണമാകട്ടെ, സാഹിത്യ സൃഷ്ടിയാകട്ടെ, അല്ലെങ്കിൽ സമൂഹത്തെ മെച്ചപ്പെട്ട പാതയിലൂടെ നയിക്കാനുള്ള സങ്കല്പമാകട്ടെ, ഈ ജോലികളെല്ലാം സാധനയിലൂടെയാണ് പൂർത്തിയാകുന്നത്. വേദങ്ങളിൽ സാധനയുടെ 4 തലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആത്മീയ സാധന, ധ്യാന സാധന, സ്തുതി സാധന, വിഗ്രഹാരാധന. ഈ സാധനകളിലൂടെ നമ്മൾ പലതരത്തിലുള്ള സിദ്ധികൾ കൈവരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോന്നായി സാധനയുടെ എല്ലാ തലങ്ങളെയും അറിയാം. 1-ാം തലം ആത്മീയ സാധനയാണ്. ഇതിനർത്ഥം വ്യക്തി തന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും അതിലൂടെ സമ്പൂർണ്ണ സത്യത്തെ അറിയാനും ഈശ്വരതുല്യനാകാൻ പ്രാപ്തനാകുകയും ചെയ്യുക എന്നതാണ്. ആത്മീയ സാധനയുടെ ലക്ഷ്യം വ്യക്തിയുടെ സമ്പൂർണ്ണ ശരീരമോ അല്ലെങ്കിൽ ഓരോ അവയവമോ ഈശ്വരനെ പ്രാപിക്കുകയോ അല്ലെങ്കിൽ അതിന് തുല്യമാകുകയോ ചെയ്യുക എന്നതാണ്. ആത്മീയ സാധനയ്ക്ക് 3 മാർഗങ്ങളുണ്ട്: ജ്ഞാനമാർഗം, കർമ്മമാർഗം, ഭക്തിമാർഗം. ആദ്യത്തെ ജ്ഞാനമാർഗം. മനുഷ്യൻ ലൗകിക ജീവിതത്തിന്റെ മോഹവലയത്തിൽ അകപ്പെടുകയും താൻ ഈശ്വരന്റെ സത്തയുടെ ഒരു അംശം മാത്രമാണെന്ന് അറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ അവൻ ഈ അജ്ഞതയാൽ മായാമോഹത്തിന്റെ ബന്ധനത്തിൽ പെട്ടുപോകുന്നു. ഇതിൽ നിന്നെല്ലാം മോചനം നേടുന്നതാണ് ആത്മീയ സാധനയുടെ ജ്ഞാനമാർഗം. ആത്മീയ സാധനയുടെ ജ്ഞാനമാർഗത്തിൽ വ്യക്തിക്ക് ഈശ്വരന്റെ സത്തയെക്കുറിച്ച് അറിവ് ലഭിക്കുന്നു. അതിലൂടെ അവന്റെ പലതരം ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു. അവൻ തന്റെ മനസ്സിൽ ലൗകിക ജീവിതത്തിൽ നിന്ന് ഉയർന്ന് ഈശ്വരന്റെ ശരണത്തിൽ പോകുന്നു. അതിലൂടെ ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിസ്സാരമായി തോന്നിത്തുടങ്ങുന്നു. 2-ാമത്തത് കർമ്മമാർഗമാണ്. ഇതിൽ വ്യക്തി സാധനയിലൂടെ ശരീരത്താൽ എല്ലാ അവസ്ഥകളിലും ഉചിതമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധനയുടെ പാതയിൽ ഉചിതമായ കർമ്മവും പെരുമാറ്റവും ആവശ്യമാണ്. കാരണം വ്യക്തി എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും അവൻ ഉചിതമായ കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ ജ്ഞാനം വ്യർത്ഥമാണ്. 3-ാമത്തത് ഭക്തിമാർഗമാണ്. ഇതൊരു പ്രേമത്തിന്റെ മാർഗമാണ്. ഇതിൽ വലിയ ജ്ഞാനികളായ സന്യാസിമാർ ലൗകിക വസ്തുക്കളെ ഉപേക്ഷിച്ച് ഈശ്വരനെ മാത്രം സ്നേഹിച്ചു. കാരണം സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാരം. അതിലൂടെ വ്യക്തിക്ക് നേരിട്ട് ഈശ്വരനുമായി ബന്ധപ്പെടാൻ കഴിയുന്നു. സാധനയുടെ 2-ാമത്തെ തലം ധ്യാനസാധനയാണ്. ഈ സാധനയുടെ അർത്ഥം വ്യക്തി തന്റെ മാനസികാവസ്ഥയെ പൂർണ്ണമായും ഏകാഗ്രമാക്കുന്നു എന്നതാണ്. അതായത് അവൻ തന്റെ മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കുമ്പോൾ അവന്റെ എല്ലാ മനോദശകളും പൂർണ്ണമാകുന്നു. ധ്യാന സാധനയ്ക്ക് കീഴിൽ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ചെയ്യാൻ പ്രാപ്തരാകുന്നതുവരെ നമ്മൾ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കും. ധ്യാന സാധന എന്നത് വ്യക്തിത്വത്തിന്റെ സമ്പൂർണ്ണ വികാസം നൽകുന്ന ഒരു വിദ്യയാണതിലൂടെ നമ്മൾ മനസ്സിന്റെ സമ്പൂർണ്ണ ശാന്തി കൈവരിക്കുന്നു. ധ്യാന സാധനയെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. 1 കാണുക, 2 കേൾക്കുക, 3 ശ്വസിക്കുക, 4 കണ്ണുകൾ അടച്ച് മൗനമായി ഇരുന്നുകൊണ്ട് ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാണുന്നതിനെ ദ്രഷ്ട അല്ലെങ്കിൽ സാക്ഷി ധ്യാനമെന്നും കേൾക്കുന്നതിനെ ശ്രവണധ്യാനമെന്നും ശ്വസിക്കുന്നതിനെ പ്രാണായാമധ്യാനമെന്നും കണ്ണുകൾ അടച്ച് ചിന്തകളിൽ ശ്രദ്ധിക്കുന്നതിനെ ഗൃഹൂതി ധ്യാനമെന്നും വിളിക്കുന്നു. സാധനയുടെ 3-ാമത്തെ തലം സ്തുതി സാധനയാണ്. ഈ സാധനയിൽ ഭക്തർ തങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ ഗുണഗാനങ്ങൾ പാടുന്നു.
ഇതിൽ നമ്മൾ നമ്മുടെ ഈശ്വരന്റെ രൂപത്തെയും അവരുടെ മഹിമയെയും അവരുടെ ശക്തികളെയും കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുകയും നിരന്തരമായ വിശ്വാസത്തോടെ അവരെ പ്രാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. സാധനയുടെ നാലാമത്തെ തലം വിഗ്രഹാരാധനയാണ്. ഈ സാധനയിൽ സാധകൻ സിദ്ധി ലഭിക്കുന്നതിനായി ഭഗവാന്റെ വിഗ്രഹത്തെ പകലും രാത്രിയും പൂജിക്കുന്നതിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. വിഗ്രഹാരാധനയിൽ സാധകൻ കല്ലിലോ മണ്ണിലോ മറ്റ് സാധനങ്ങളിലോ തന്റെ ഇഷ്ടദൈവത്തിന്റെ പ്രതിമ തയ്യാറാക്കുന്നു. അതിൽ സർവഗുണ സമ്പന്നനായ പരമാത്മാവിന്റെ ചിത്രം അനുഭവിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതുവരെ സാധന എന്നാൽ എന്താണെന്നും അതിന്റെ തലങ്ങൾ എത്രയാണെന്നും നിങ്ങൾ അറിഞ്ഞു. ഇനി സാധനകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിയും. ഹിന്ദുമതത്തിൽ സിദ്ധികൾ കൈവരിക്കാനായി ആയിരക്കണക്കിന് തരം സാധനകളെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ പ്രധാനമായും 4 തരത്തിലുള്ള സാധനകളെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് പറയും. അതിലൂടെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഗുണങ്ങൾ ലഭിക്കും. ഈ സാധനകളിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കുകയും വ്യക്തി പലതരം സിദ്ധികളുടെ ഉടമയായി മാറുകയും ചെയ്യുന്നു. ഒന്നാമത്തത് തന്ത്രസാധനയാണ്. ഇതിലൂടെ വ്യക്തിക്ക് തന്റെ ഉള്ളിലെ പലതരം രഹസ്യശക്തികളെ അറിയാനും ആത്മശക്തി വികസിപ്പിക്കാനും കഴിയും. തന്ത്രസാധനയെന്നത് നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയയിലൂടെ ശരീരവും മനസ്സും ശുദ്ധമാകുകയും ഈശ്വരനെ അനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. തന്ത്രസാധനയുടെ പ്രക്രിയയിലൂടെ നമുക്ക് ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും. എന്നാൽ ചിലർക്ക് തന്ത്രസാധന, തന്ത്രവിദ്യ അല്ലെങ്കിൽ തന്ത്രശാസ്ത്രം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭയമുണ്ടാകുന്നു. കാരണം ഇതൊരു ഭയാനകമായ വിദ്യയോ അഘോരികളുടെ സാധനയോ ആയിരിക്കുമെന്ന് അവർ കരുതുന്നു. എന്നാൽ അങ്ങനെയൊന്നുമില്ല. അഘോര സാധന വേറെയാണ്, തന്ത്രസാധന വേറെയാണ്. കാരണം തന്ത്രം, മന്ത്രം, യന്ത്രം എന്നിവയിൽ തന്ത്രത്തിനാണ് 1-ാം സ്ഥാനം നൽകിയിരിക്കുന്നത്. തന്ത്രമെന്നത് ഹിന്ദുമതത്തോടൊപ്പം ബുദ്ധമതത്തിലും ജൈനമതത്തിലും വളരെയധികം പ്രചാരത്തിലുള്ള ഒരു വിദ്യയാണ്. തന്ത്രസാധന ചെയ്യുന്നതിനായി ആദ്യം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പഠിക്കുക. മിക്കവാറും ഇവ നിങ്ങൾക്ക് ഹിന്ദുമതത്തിലെ സന്യാസി സമൂഹത്തിലെ പ്രധാന 13 അഖാഡകളിലെ സന്യാസിമാരിൽ നിന്ന് ലഭിക്കും. അതിനുശേഷം യോഗ്യനായ ഒരു തന്ത്രസാധകനെ അന്വേഷിക്കുക. നിങ്ങൾക്ക് അത്തരത്തിൽ ഒരാളെ ലഭിച്ചാൽ അദ്ദേഹത്തിന്റെ അടുത്ത് താമസിച്ച് തന്നെ ഈ സാധന പഠിക്കുകയും ചെയ്യുക. കാരണം നിങ്ങൾ വെറുതെ 4 പുസ്തകങ്ങൾ വായിച്ച് ഈ സാധന ചെയ്താൽ നിങ്ങൾക്ക് മോശമായ ഫലം ലഭിച്ചേക്കാം. ഈ സാധനയിലൂടെ ആർക്കെങ്കിലും ദോഷം ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതൊരിക്കലും ചെയ്യരുത്. കാരണം അതിന്റെ ഫലം നിങ്ങളും അനുഭവിക്കേണ്ടി വരും. ഇനി മന്ത്രസാധനയെക്കുറിച്ച് അറിയാം. ലൗകിക തടസ്സങ്ങൾ നീക്കി നമ്മളെ ആത്മീയതയിലേക്ക് നയിക്കുന്ന ഒരു സാധനയാണിത്തതിലൂടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നു. മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ എല്ലാ തിന്മകളെയും പുറത്തെടുക്കുന്നു. അതിലൂടെ മനസ്സിലും തലച്ചോറിലും പുതിയ ഊർജം നിറയുന്നു. ഹിന്ദുമതത്തിൽ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം മനസ്സിനെ ഒരു തന്ത്രത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് മന്ത്രമെന്ന് വിളിക്കുന്നത്. ഉള്ളിലെ എല്ലാ വിചാരങ്ങളെയും അവസാനിപ്പിച്ച് മന്ത്രമെന്ന ഒരൊറ്റ വിചാരത്തെ സ്ഥാപിക്കുക എന്നതാണ് മന്ത്രത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് ഒരു ദിശയിൽ ശരിയായി പ്രവർത്തിക്കാൻ തുടങ്ങും. മന്ത്രസാധനയിൽ മന്ത്രം കൊണ്ട് ഏതെങ്കിലും ദേവീദേവന്മാരെ സ്വാധീനിക്കുന്നു. മന്ത്രം കൊണ്ട് ഭൂതത്തെയോ പിശാചിനെയോ സ്വാധീനിക്കാം. മന്ത്രം കൊണ്ട് യക്ഷിണിയെയോ യക്ഷനെയോ സ്വാധീനിക്കാം. മന്ത്രസാധന ഭൗതിക തടസ്സങ്ങൾക്കുള്ള ആത്മീയ ചികിത്സയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമോ തടസ്സമോ ഉണ്ടെങ്കിൽ മന്ത്രജപത്തിലൂടെ അത് പരിഹരിക്കാം. മന്ത്രജപത്തിന് 3 രീതികളുണ്ട്: വാചിക ജപം, മാനസജപം, ഉപാംശുജപം. വാചിക ജപത്തിൽ ഉച്ചത്തിലുള്ള സ്വരത്തിൽ വ്യക്തമായ വാക്കുകളിൽ മന്ത്രം ഉച്ചരിക്കുന്നു. മാനസജപം എന്നാൽ മനസ്സിൽ മന്ത്രം ജപിക്കുക എന്നതാണ്. ഉപാംശുജപം എന്നാൽ മന്ത്രം ജപിക്കുന്ന ആളുടെ നാക്കോ ചുണ്ടോ അനങ്ങുന്നത് കാണാം, പക്ഷേ ശബ്ദം കേൾക്കില്ല എന്നാണ്. ഇത്തരത്തിൽ വളരെ സാവധാനത്തിൽ മന്ത്രം ജപിക്കുന്നതിനെ ഉപാംശുജപം എന്ന് വിളിക്കുന്നു. മന്ത്രസാധനയിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ട കാര്യം മന്ത്രം ശരിയായി ഉച്ചരിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഏത് മന്ത്രമാണോ ജപിക്കേണ്ടത് അതിന്റെ അധ്യായം നേരത്തെ നിശ്ചയിച്ചു വെക്കണം.
മന്ത്രസാധനയ്ക്ക് അത്യാവശ്യമായ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചാൽ സിദ്ധി ലഭിക്കും. ഏതെങ്കിലും പ്രത്യേക സിദ്ധിക്കു വേണ്ടി സൂര്യഗ്രഹണ സമയത്തോ ചന്ദ്രഗ്രഹണ സമയത്തോ ഏതെങ്കിലും നദിയിൽ നിന്ന് മന്ത്രം ജപിക്കണം. കാരണം അപ്പോൾ ചെയ്യുന്ന മന്ത്രം ലാഭകരമാണ്. ഇനി നമുക്ക് യന്ത്രസാധന എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നോക്കാം. മനുഷ്യർക്ക് സുഖമായി താമസിക്കാൻ വീട് ആവശ്യമായതുപോലെ ദേവീദേവന്മാർക്ക് താമസിക്കാൻ അനുയോജ്യമായ സ്ഥാനത്തെയാണ് യന്ത്രം എന്ന് വിളിക്കുന്നത്. യന്ത്രങ്ങളുടെ ഒരു പേര് ദേവനഗർ എന്നും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഈ ലിപിയുടെ അടിസ്ഥാനത്തിലുള്ള ഭാഷയെ ദേവനാഗരി എന്ന് വിളിക്കുന്നത്. ഈ ദേവനഗരങ്ങളിൽ ദേവതകൾ മാത്രമല്ല, ഓരോ ദേവന്റെയും ആദിദേവൻ, പ്രതിദേവൻ, പരിവാരങ്ങൾ എന്നിവരും വസിക്കുന്നു. യന്ത്രങ്ങൾ സാക്ഷാൽ ദേവന്മാരുടെ താമസസ്ഥലമാണ്. യന്ത്രസാധനയിലൂടെ വ്യക്തിക്ക് ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്നു. അതിലൂടെ ദേവന്മാർ പ്രസന്നരാകുകയും എല്ലാം നൽകുകയും ചെയ്യുന്നു. ഈ യന്ത്രങ്ങളുടെ സ്വാധീനത്താൽ എല്ലാത്തരം ഭൗതിക സമൃദ്ധിയും ഐശ്വര്യവും, നവഗ്രഹങ്ങളുടെ ശാന്തിയും, പലതരം തടസ്സങ്ങളുടെ നാശവും, ശത്രുനാശവും, മരണതുല്യമായ കഷ്ടതകളിൽ നിന്നുള്ള മോചനവും ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാൾക്ക് ധനത്തിന്റെ കുറവുണ്ടെങ്കിൽ അയാൾ ശ്രീയന്ത്രം സ്ഥാപിച്ച് പൂജിച്ചാൽ തന്റെ ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ ശാസ്ത്രങ്ങളിൽ പലതരം യന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടതിലൂടെ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു യന്ത്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രപഞ്ചത്തിന്റെ വ്യാപ്തി അനുഭവിക്കാൻ കഴിയും. വ്യക്തി പൂർണ്ണമായും ഇതിൽ മുഴുകുമ്പോൾ അവന് പ്രപഞ്ചവും താനും തമ്മിലുള്ള വ്യത്യാസമോ ലോകങ്ങളും പരലോകങ്ങളും തമ്മിലുള്ള വ്യത്യാസമോ കാണാൻ കഴിയില്ല. യന്ത്രങ്ങൾ പ്രധാനമായും 4 തരത്തിലുണ്ട്: രേഖാപ്രധാനം, സംഖ്യാപ്രധാനം, ആകൃതിപ്രധാനം, ബീജാക്ഷരപ്രധാനം. യന്ത്രസാധനയ്ക്ക് ചില പ്രധാന നിയമങ്ങളുണ്ടതിൽ പ്രധാനം പ്രാണപ്രതിഷ്ഠ നടത്തിയ യന്ത്രത്തെ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ എന്നതാണ്. ഇത് ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്നോ യോഗ്യനായ ബ്രാഹ്മണനിൽ നിന്നോ ജ്യോതിഷിയിൽ നിന്നോ തന്ത്രവിദഗ്ധനിൽ നിന്നോ വാങ്ങാം. യന്ത്രസാധനയ്ക്ക് ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ഈ ദിവസം രാവിലെ കുളിച്ച് ഒരു താലത്തിൽ ചുവന്ന തുണി വിരിച്ച് യന്ത്രം സ്ഥാപിക്കുക. യന്ത്രത്തിനു മുന്നിൽ ലക്ഷ്മി മന്ത്രമോ ശ്രീ സൂക്തമോ ദുർഗാ സപ്തശതിയിലെ ദേവിയുടെ ശ്ലോകങ്ങളോ പാരായണം ചെയ്യുക. ഇത്തരത്തിൽ യന്ത്രസാധന ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പലതരം ഗുണങ്ങൾ ലഭിക്കും. ഇതുവരെ നിങ്ങൾ തന്ത്ര, മന്ത്ര, യന്ത്രസാധനകളെക്കുറിച്ച് അറിഞ്ഞു. ഇനി യോഗസാധന എന്താണെന്നും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മൾ അറിയും. യോഗസാധന എന്നത് പൂർണ്ണമായ നിയന്ത്രണത്തോടെ ചെയ്താൽ പലതരം സത്യങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കുകയും നമ്മൾ ആത്മജ്ഞാനികളായി മാറുകയും ചെയ്യുന്ന ഒരു സാധനയാണ്. ഈ സാധന ജീവിതത്തിൽ സുഖവും ശാന്തിയും സന്തോഷവും നൽകുന്നുകൂടാതെ ഇത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ലയനത്തിനുള്ള ഒരു മാധ്യമം കൂടിയാണ്. യോഗസാധന മനുഷ്യജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ടതായി കരുതപ്പെടുന്നു. കാരണം യോഗയിലൂടെയാണ് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെയും രോഗമില്ലാതെയും ഇരിക്കുന്നതിലൂടെ ശരീരത്തിൽ പുതിയ ഊർജം പ്രവഹിക്കുന്നു. അതുകൊണ്ട് യോഗസാധനയെ എല്ലാ സാധനകളിലും ശ്രേഷ്ഠമായി കരുതുന്നു. കാരണം ഇത് ശുദ്ധവും സാത്വികവുമാണിതിന്റെ ഫലം പെട്ടെന്ന് ലഭിക്കുന്നതും സ്ഥിരവുമാണ്. ശാസ്ത്രങ്ങളനുസരിച്ച് യോഗസാധനയ്ക്ക് 8 അംഗങ്ങളുണ്ടിതിനെ അഷ്ടാംഗയോഗ എന്നും വിളിക്കുന്നു. അവ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ്. യോഗസാധനയുടെ ഈ 8 അംഗങ്ങളെ 2 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ടതിൽ 5 എണ്ണം ബാഹ്യാംഗങ്ങളും അവസാനത്തെ 3 എണ്ണം അന്തരംഗ സാധനകളുമാണ്. ഇത്തരത്തിൽ ഒരു യോഗി യോഗസാധനയുടെ പാതയിൽ മുന്നോട്ടു പോകുകയും വിവേകത്തോടും ക്ഷമയോടും കൂടി തന്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ പലരും സിദ്ധി എങ്ങനെ നേടാം എന്ന് ചോദിച്ചിരുന്നു. സാധകൻ ഈ യോഗസാധനയിലൂടെ അഷ്ടസിദ്ധികൾ കൈവരിക്കുകയും തന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കുകയും ചെയ്യുന്നു. സാധനയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ അറിയാം. ഒന്നാമത്തേത്, സാധനയിൽ ശ്രദ്ധ, വിശ്വാസം എന്തുകൊണ്ട് ആവശ്യമാണ് എന്നതാണ്. ഏതൊരു സാധനയിലും ശ്രദ്ധയുണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ശ്രദ്ധയില്ലാതെ നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല. അത്യഗാധമായ ശ്രദ്ധയുള്ള വ്യക്തിക്ക് മാത്രമേ സാധനയിൽ വിജയിക്കാൻ കഴിയൂ. ശ്രദ്ധ പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം. കാരണം നമ്മുടെ മനസ്സ് ഈശ്വരനുമായി ബന്ധപ്പെടുമ്പോഴാണ് അനുഭൂതി ലഭിക്കുന്നതും വിജയം ലഭിക്കുന്നതും. രണ്ടാമത്തേത്, സാധനയിലെ വിജയത്തിന് മനസ്സ് നിർവികാരമാകേണ്ടത് എന്തുകൊണ്ടാണ് എന്നതാണ്.
ഏതെങ്കിലും സാധനയിലൂടെ സിദ്ധി ലഭിക്കാൻ നമ്മുടെ മനസ്സിൽ തിന്മകൾ ഇല്ലാതിരിക്കണം. കാരണം മനസ്സിൽ വികാരങ്ങളോ മറ്റ് ചിന്തകളോ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധനയിലൂടെ സിദ്ധി ലഭിക്കൂ. നമ്മുടെ മനസ്സ് നിർവികാരമല്ലെങ്കിൽ പലതരം ചിന്തകൾ നമ്മളെ വേട്ടയാടും. അതിന്റെ ഫലമായി നമ്മൾ സാധാരണക്കാരായി തന്നെ തുടരും. മന്ത്രങ്ങളെ സ്വാധീനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനസ്സ് നിർവികാരമാകേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, സാധനയിൽ അഹങ്കാരമുണ്ടാകരുത് എന്നതാണ്. സാധനയുടെ വഴിയിൽ സാധകന് വരാവുന്ന ഏറ്റവും വലിയ ശത്രു അവന്റെ അഹങ്കാരമാണ്. കാരണം അഹങ്കാരം മനുഷ്യനെ ദുർബലനാക്കുന്നു. അതുകൊണ്ട് സാധനയിൽ ഒരിക്കലും അഹങ്കരിക്കരുത്. പകരം നമ്മൾ നേടുന്ന ഈ സാധനയോ സിദ്ധിയോ ഇതിനു മുമ്പ് പലരും നേടിയിട്ടുണ്ടെന്നും നമ്മളെക്കാൾ വലിയ ജ്ഞാനം അവർക്കുണ്ടെന്നും ചിന്തിക്കണം. ഇത്തരത്തിലുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നേട്ടം ലഭിക്കൂ. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഞങ്ങളുടെ ഈ അവതരണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിലൂടെ അറിയിക്കുക. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടും ഭഗവാനോടും ക്ഷമ ചോദിക്കുന്നു. ഭാവിയിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. നന്ദി.